ഇന്നത്തെ ഒരു പ്രശ്നം നമ്മൾ പറയുമ്പോഴേക്കും കമ്പനി പറഞ്ഞാൽ തന്നെ ഭയങ്കര കോമ്പറ്റീഷൻ അല്ലേ. നിങ്ങൾ റേറ്റിംഗ് നോക്കി നിൽക്കുന്നത് നിങ്ങളുടെ സ്ഥാപനങ്ങളെ സംബന്ധിച്ചത്, ഇത് നമുക്ക് നാടിനാകെ ബാധിക്കുന്നത്. നമ്മളൊരു കമ്പനി പറഞ്ഞാൽ അപ്പം തന്നെ ആളവിടെ എത്തിക്കഴിയുന്നുണ്ട് പല സ്റ്റേറ്റിൻ്റെ. നമ്മളിപ്പോൾ ഈ ഇൻവെസ്റ്റ് സമ്മിറ്റ് നടക്കും, നമ്മളും പോകുന്നുണ്ട്. എന്താണ് വല്ല ലക്ഷ്യം നമുക്ക് അതിനകത്ത് കിട്ടുമെന്ന് നോക്കിയിട്ട് നമ്മുടെ ആളിലും പോകുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ സമർത്ഥമായി പോകുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് സ്റ്റേജിലെത്തിയിട്ട്, അല്ലാണ്ട് വേറെ ഇതുണ്ടായിട്ടല്ല, ലാസ്റ്റ് സ്റ്റേജിലെത്തിയിട്ട് നമ്മളങ്ങ് പറയുന്നതായിരിക്കും ചെയ്തത്. ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, റിയലിസ്റ്റിക് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ വയ്ക്കുന്നുള്ളൂ. അല്ലാതെ നിങ്ങൾക്കൊരു തലക്കെട്ടിന് വേണ്ടിയുള്ള പ്രഖ്യാപനവും പിന്നെ ഒരു അന്വേഷണ പരമ്പരയ്ക്ക് വേണ്ടിയുള്ള വിഭവവും അത് ഞങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. വരാൻ പോകുന്ന സാധ്യതയുള്ള ഉറപ്പുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും ഇവിടെ പറയാൻ പോകുന്നത്. അത് പറയും, അത് രണ്ടാമത്തെ ദിവസം പറയും. ഇല്ല, EOE വന്നത് പറയും. EOE എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ആണ്. അത് ചിലപ്പോൾ അവരുടെ ചില കണ്ടീഷൻസ് ഉണ്ടാവും, ചില വകുപ്പുകൾ കൂടി നമ്മൾ അവരുടെ കൂടി ഇത് വേണ്ടി വരും. എന്നാൽ അതിന് നമ്മൾ ടീമിനുണ്ടാക്കും. ഇപ്പോൾ തന്നെ നമുക്ക് ഓരോ ഈ 22 പ്രയോറിറ്റി സെക്ടേഴ്സ് തിരിച്ചിട്ട് 5 എണ്ണമായിട്ട്, ഇപ്പോൾ 5 മേഖലകളായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട് ഈ പ്രയോറിറ്റി സെക്ടേഴ്സിനെ തന്നെ. അപ്പോൾ അതിനുള്ളിൽ ഇതൊക്കെ വരും. ഇത് 5 തിരിക്കുന്നതാണ്. ഇപ്പോൾ ചിലർ ഈ 300 പരിഷ്കാരം 30 ചുരുക്കിയാൽ പിന്നെ 30 ഉള്ളൂ എന്ന് കരുതി എഴുതി പോകും. അതുകൊണ്ട് ഇതൊക്കെ പറയുന്നത്. ഈ 22 പ്രയോറിറ്റി സെക്ടർ ഉണ്ട്. ആ പ്രയോറിറ്റി സെക്ടേഴ്സിനെ പിന്നീട് നമ്മൾ ക്ലബ് ചെയ്യും, എന്നിട്ട് ചില സെക്ടറാക്കി മാറ്റും. അതിന് ഒരു നോഡൽ ആളുണ്ടാവും, ഒരു സംവിധാനം ഉണ്ടാവും, ഹാൻഡ് ഹോൾഡ് സർവീസ് ആയിരിക്കും, ഡാഷ്ബോർഡിലുണ്ടാവും. എവിടെ എത്തി നിൽക്കുന്നു, ചുവപ്പാണോ ഓറഞ്ചാണോ മഞ്ഞയാണോ പച്ചയാണോ എന്നുള്ള കളറിൽ തന്നെ കാണാൻ കഴിയാവുന്ന ഡാഷ്ബോർഡും ഒരുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പരമാവധി നമുക്ക് റിയലിസ്റ്റിക് ആയിട്ട് മെറ്റീരിയലൈസ് ചെയ്യാൻ പറ്റും. കൺവേർഷൻ റേറ്റ് പരമാവധി ഉയർന്നതായിരിക്കുമെന്നാണ് കണക്കാക്കുന്നത്. പ്രതിപക്ഷത്തെ നമ്മൾ നേരത്തെ തന്നെ ക്ഷണിച്ചല്ലോ, വളരെ നേരത്തെ തന്നെ. ഇത് ആലോചിച്ചപ്പോൾ തന്നെ ഞാൻ നേരിട്ട് പ്രതിപക്ഷത്തെ തന്നെ കണ്ട് സംസാരിച്ചിരുന്നു. അദ്ദേഹം വരാമെന്ന് പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രി കത്ത് നൽകിയിരുന്നു. ഉപനേതാവിനെയും കണ്ട് സംസാരിച്ചിരുന്നു. എല്ലാ MLA-മാരെയും ഞങ്ങൾ കത്ത് കൊടുത്തു. ഇവിടുത്തെ ജനപ്രതിനിധികൾക്ക് കൊടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ ഇപ്പോൾ ഈ സംരംഭക വർഷം തുടങ്ങിയപ്പോഴും ഞങ്ങൾ എല്ലാ MLA-മാരെയും വിളിച്ചു. ഇതിൽ തന്നെ ട്രേഡ് യൂണിയനുകൾ വിളിച്ചു. നിങ്ങളെ മാത്രം പത്രസമ്മേളനമാതെ ഒരു കോൺക്ലേവ് നടത്തി. കാരണം നമുക്ക് മൊത്തത്തിലേ ഇത് നടപ്പാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതിന് പറ്റുന്ന സമയമാണ്. ഏതാ അല്ല, സ്വാഗതമല്ലാത്തൊരു നിലപാട് നിങ്ങളുടെ ഭാഗത്തുള്ളത്. കാരണം ഇന്നത്തെ ഞാനിപ്പോൾ പറയുന്നില്ല, ഇത് പറഞ്ഞാൽ കുറച്ച് നമ്മൾ ഈ സമയത്തിന് പറ്റിയതല്ലാത്തതുകൊണ്ട് ഒന്ന് ഞാൻ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുക്കാം. സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, MSME എന്താണ്, ഇത് തെറ്റിദ്ധരിച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ പാടില്ല. സ്റ്റാർട്ടപ്പ് അല്ല MSME. നിങ്ങൾ എഴുതുമ്പോഴും പറയുമ്പോഴും ശ്രദ്ധിക്കണം. ഇപ്പോൾ കേരളത്തിൽ 3.5 ലക്ഷം സ്റ്റാർട്ടപ്പ് തുടങ്ങി ഇല്ല. സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നൊരു ആശയം ഇപ്പോൾ ഇൻക്യുബേറ്റേഴ്സ്, ആക്സിലറേറ്റേഴ്സ്, സ്റ്റാർട്ടപ്സ്, ഇങ്ങനെ സംവിധാനം ഉണ്ടാവും. സ്റ്റാർട്ടപ്പുകൾ ഇന്ത്യയിൽ 80 to 90% സർവൈവ് ചെയ്യാറില്ല. ഇതൊക്കെ കൺട്രോളിന് അതാണ് സ്റ്റാർട്ടപ്പ് എൻ്റെ വകുപ്പല്ല, മുഖ്യമന്ത്രിയുടെ വകുപ്പാണ്. IT സ്റ്റാർട്ടപ്പുകളാണ് കൂടുതൽ. മാനുഫാക്ചറിങ് ചെറുത് വരണമെങ്കിൽ മാത്രം ഞങ്ങൾ അതിന് സഹായിക്കുന്നുള്ളൂ. അത് ചിലർ പറയും ഇപ്പോൾ 3.5 ലക്ഷം സ്റ്റാർട്ടപ്പ് തുടങ്ങിയില്ല. അപ്പോൾ അടുത്ത ആൾ പറയില്ല, അത് MSME ആണ്. MSME മൈക്രോ സ്മോൾ മീഡിയം ഇൻഡസ്ട്രീസ്. 1 കോടി വരെയുള്ള ഇതുള്ളതാണെങ്കിൽ എനിക്കൊരു സൗകര്യം തെറ്റ് പറ്റിയതാവും. പിറ്റേ ദിവസം നിങ്ങൾ തെറ്റില്ല എന്നറിയിക്കാൻ വേണ്ടി പുതിയ ഒരു ചോദ്യോത്തരം കൊടുക്കില്ല. കണക്കാക്കി ഗുണനെങ്ങാൻ തെറ്റിപ്പോയാൽ ആ തെറ്റ് ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ സ്ഥലം എനിക്ക് തരില്ല, വേറെ ചിലർക്ക് കൊടുക്കുന്ന പോലെ. അപ്പോൾ അതിൽ 1 കോടി രൂപ വരെയുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ അത് മൈക്രോ, 10 കോടി സ്മോൾ, 50 കോടി മീഡിയം. ഇതാണ് MSME. ഇന്ത്യയിൽ 30 to 40% ആണ്. അത് സ്റ്റേബിളായി വരുന്ന, പതുക്കെ വികസിക്കുന്നതാണ്. ഉള്ള വ്യവസായമായിരിക്കും. ചിലപ്പോൾ ഒരു പേപ്പർ മാർട്ടായിരിക്കാം, ചിലപ്പോൾ ഒരു കമ്പ്യൂട്ടർ സെൻ്റർ ആയിരിക്കാം, ചിലപ്പോൾ ഒരു ഷോപ്പായിരിക്കാം. ഇത് സ്റ്റാർട്ടപ്പ് അല്ല. നിങ്ങൾ പലരും ഞാൻ പിന്നെ കേൾക്കുമ്പോൾ സംരംഭക വർഷത്തിൽ 3.5 ലക്ഷം സ്റ്റാർട്ടപ്പുകൾ കേരളത്തിൽ തുടങ്ങിയല്ലോ, അത് സ്റ്റാർട്ടപ്പ് അല്ല, MSME ആണ്. അപ്പോൾ കൺഫ്യൂഷൻ അത് നമുക്ക് വ്യവസായം നിങ്ങൾ അധികം ബീറ്റുള്ള ആളുകൾ ഇല്ലാത്തതുകൊണ്ട് വരുന്ന പ്രശ്നമാണ്. ഇപ്പോൾ അത് മാറി വരുന്നുണ്ട്. അത് നല്ല വീക്കിന് നല്ല സ്റ്റോറി ഉണ്ടായിരുന്നു നമ്മുടെ മീഡിയ കോൺക്ലേവിന് ശേഷം. ഇംഗ്ലീഷ് നന്നായിട്ട് എല്ലാവരും കൊടുക്കുന്നുണ്ട്, അതേപോലെ മലയാളത്തിൽ വരുന്നില്ല എന്നൊരു പ്രശ്നമുള്ളൂ. കുഴപ്പമില്ല, ഇംഗ്ലീഷിലുള്ളവരാണല്ലോ നമുക്ക് കൂടുതൽ ഇങ്ങനെ ആകർഷിക്കേണ്ട വിദേശത്ത് വരുന്ന ആളുകൾ. അപ്പോൾ അവരെല്ലാവരും വേണം. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളെല്ലാവരും ക്ഷണിച്ചല്ലോ.
ഇപ്പോൾ പീയൂഷ് ഗോയൽ വേറെ പരിപാടികൾ മാറ്റിവെച്ചിട്ടാണ് വരുന്നത്. ഞാൻ നേരത്തെ ഒരു 2 മാസം മുമ്പ് അദ്ദേഹത്തെ ഒരു സെപ്റ്റംബറിൽ നമ്മൾ പോയി കണ്ട് ക്ഷണിച്ചത് ആലോചിച്ചപ്പോൾ തന്നെ അതിനുശേഷം വീണ്ടും ഡൽഹിയിൽ പോയി ക്ഷണിച്ചു. നിതിൻ ഗഡ്കരി ഞങ്ങൾ ഒരു 3/4 മണിക്കൂറിലധികം സംസാരിച്ചു. കേരളത്തെ അദ്ദേഹം വളരെ പ്രകീർത്തിച്ചിട്ടാണ്. ദ ലീസ്റ്റ് കറപ്റ്റഡ് സ്റ്റേറ്റ്സ് എന്നാണ് അദ്ദേഹം ഞങ്ങളോട്, ഞാനും പ്രിൻസിപ്പൽ സെക്രട്ടറിയും ഉൾപ്പെടെ പോയപ്പോൾ കഴിഞ്ഞ ദിവസം വരെ പറഞ്ഞത്. 3-ാം തീയതി ചില പദ്ധതികളും അദ്ദേഹം ഇവിടെ നടത്തുന്നതിനെ കുറിച്ച് ആലോചിച്ചു. ജയന്ത് ചൗധരിയും വളരെ താല്പര്യത്തിലാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരെയും കണ്ടു. ശ്രീ ജോർജ് കുര്യനെ പോയി കണ്ടു. അദ്ദേഹം അപ്പോൾ തന്നെ അവിടുത്തെ സെക്രട്ടറിമാരെ ഞങ്ങളുള്ളപ്പോൾ തന്നെ വിളിച്ചു. എന്തെല്ലാം പദ്ധതി നമുക്ക് പ്രഖ്യാപിക്കാവുന്ന വല്ലതും ഉണ്ടോ എന്ന കാര്യം അദ്ദേഹവും ഞങ്ങളിരിക്കുമ്പോൾ തന്നെ പരിശോധിച്ചു. ശ്രീ സുരേഷ് ഗോപിയെ ഞങ്ങൾ പോയി ക്ഷണിച്ചു. അദ്ദേഹത്തിന് പിന്നെ ഒഴിവാക്കാനാവാത്ത ഇതുള്ളതുകൊണ്ട് അവിടെ ചിലപ്പോൾ ഒരു അസൗകര്യം പറഞ്ഞിരുന്നു. പിന്നെ ഇപ്പോൾ ഞങ്ങളെ അറിയിച്ചു അന്നത്തെ ദിവസം ഒഴിവാക്കാനാവാത്ത പരിപാടിയുണ്ട് എന്നുള്ളത്. ഗവർണറെ ഞാൻ നേരിട്ട് തന്നെ പോയി ക്ഷണിച്ചിരുന്നു. അദ്ദേഹം അന്ന് കേരളത്തിലില്ല, നേരത്തെ നിശ്ചയിച്ച പരിപാടിയായിരുന്നു, പോവുകയാണ്. പക്ഷെ അദ്ദേഹം അപ്പം തന്നെ ഇതിനുള്ള സന്ദേശം നമുക്ക് നൽകി കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞ പ്രതിപക്ഷ മേധാവിനെ നേരത്തെ ക്ഷണിച്ചു, ഉപനേതാവിനെ ക്ഷണിച്ചു, എല്ലാ ട്രേഡ് യൂണിയൻ നേതാക്കന്മാരും ഞങ്ങളിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. എല്ലാ സെൻട്രൽ ട്രേഡ് യൂണിയനുകളുടെ പ്രസിഡന്റ് സെക്രട്ടറിമാർ അവരെ ഞങ്ങൾ ഈ സബ്മിറ്റിലേക്ക്, സാധാരണ രീതിയല്ല, അവരെയും നമ്മൾ ഈ സബ്മിറ്റിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പ്രധാനപ്പെട്ട എഡിറ്റർമാരെല്ലാവരെയും ഉദ്ഘാടനത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. കാരണം നമ്മളിപ്പോൾ എല്ലാവരും കൂടി ചേർന്നാലേ ഇൻവെസ്റ്റ്മെൻറ്റ് വരുള്ളൂ. അപ്പം അതിന് പറ്റിയ അന്തരീക്ഷമായി. ഇപ്പോൾ അമിതാഭ് കാന്തിൻ്റെ എൻ്റെ പേജിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അന്ന് ഇട്ടതാണ്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം ഒന്നാമതായി അതിനെ പ്രകീർത്തിച്ചിട്ട് ഈ റാങ്കിങ് നടത്തുന്ന ശ്രീ രാകേഷ് RK സിംഗും അതുപോലെ തന്നെ ഇതും ഇപ്പോൾ അമിതാഭ് കാന്ത് അദ്ദേഹം എല്ലാം വളരെ താല്പര്യത്തിലാണ് പങ്കെടുക്കുന്നത്. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടി ഒന്നിച്ച് നിന്നാൽ ഇതൊരവസരമാണ്. പിന്നെ കുറവുകളുണ്ടെങ്കിൽ ക്രിയാത്മകമായി നിങ്ങൾ വിമർശിച്ചോ, അതിന് നമുക്കപ്പോൾ ചർച്ച ചെയ്യാം. ഇപ്പം നമ്മൾ നെഗറ്റീവായ കാര്യങ്ങളെല്ലാം മാറ്റിവെക്കുക, കുടുംബം ഒന്നിച്ച് നിൽക്കുക, കേരളം ഒന്നിച്ച് നിൽക്കുക. നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇവിടെ തന്നെ ജോലി ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം രൂപം കൊണ്ടുകൊണ്ടിരിക്കുന്നു. പുതിയ പുതിയ ലോകോത്തര കമ്പനികൾ ഈ ചുറ്റുവട്ടത്ത് തന്നെ. ഇപ്പോൾ നിങ്ങൾ തിരുവനന്തപുരത്ത് പ്രശാന്തൊക്കെ വന്നുകൊണ്ട് ഇനിയിപ്പോൾ 2 ദിവസം ഉണ്ടല്ലോ, ഈ കാക്കനാട് അതുപോലെ ഈ മേഖലയിലൊക്കെ കളമശ്ശേരി ഇങ്ങനെയുള്ള മേഖലകളിലൊക്കെ ചുമ്മാ ഒരു കറക്കം കറങ്ങിയാൽ പുതുതായിട്ടുള്ള ലോകോത്തര കമ്പനികൾ ചിലത് കാണാൻ കഴിയും. വേണമെങ്കിൽ നമുക്ക് സൗകര്യം ഏർപ്പെടുത്താം.